أعوذ بالله من الشيطان الرجيم ومن الناس من يجادل في الله بغير علم ويتبع كل شيطان مريد. നമ്മൾ ഓതി അവസാനിപ്പിച്ച രണ്ടായത്ത് അതിൽ 3 4 എല്ലാവരും നോദിക്കും. أعوذ بالله من الشيطان الرجيم ومن الناس يجادل في الله بغير علم ويتبع كل شيطان مريد. كتب عليه أنه من تولاه فأنه يضله ويهديه إلى عذاب السعير. أنا أودنا ديتل نجوا صاحب أدوله. فأنه يضله ويهديه إلى عذاب السعير. أحسنت ما شاء الله بارك الله. ഈ സൈഡിൽ നിന്ന് ഒരാൾക്ക് ചാൻസ് ഇല്ല. ആർക്കാവുക ധൈര്യമുള്ള ആരാ ചെക്കർക്ക് ശരി. كتب عليه أنه تولاه أحسنت ما شاء الله بارك الله فيك. ആരെയും നിർബന്ധിപ്പിച്ച് ഓതുന്ന സംഭവമൊന്നുമില്ല. സ്വമേധയാ താല്പര്യം കാണിച്ചവർ മാത്രമാണ് ഓദിപ്പിച്ചിരുന്നുള്ളൂ. ചില കഴിഞ്ഞ പ്രാവശ്യം തോന്നുന്നുണ്ട് ഒരു ക്ലാസ്സിൽ ഇതേപോലെ ഓദിക്കാൻ തുടങ്ങിയപ്പോൾ ചില ആൾക്കാർ ബാക്ക് കൂടെ പോയിട്ടുണ്ട്. ആരും ബേജാറായി പോകുന്നതാണ്. ആരും നിർബന്ധിപ്പിച്ച് ഓതുന്നുണ്ടാവില്ല. ശരി, ഈ ആയത്തുകളുടെ അടിസ്ഥാനത്തിൽ ചിലരുണ്ട്, മനുഷ്യരിലുണ്ട്, മയ്യുജാദിലു ഫില്ലാഹ്, അള്ളാന്റെ മാർഗത്തിൽ ഇങ്ങനെ ജിദാൽ തർക്കത്തിൽ ജീവിക്കുന്നവർ, ബിഗൈരി ഇൽം, ഒരു ഇൽമുല്ലാതെ, പ്രത്യേകിച്ചും പരലോക വിശ്വാസത്തിൽ അള്ളാഹുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ, എന്നിട്ട് വയത്തബിഉ, അവർ പിൻപറ്റുന്നു, കുല്ല ശൈത്താനിൻ മരീദ്, ആട്ടി അകറ്റപ്പെട്ട എല്ലാ പിശാചുക്കളുടെയും മാർഗം പിൻപറ്റുകയും ചെയ്യുന്ന ചിലരുണ്ട് എന്നർത്ഥം. എന്നിട്ട് അവിടെ ഉലമാക്കന്മാര് പറയുന്നുണ്ട്, ആ പിശാചിന്റെ മാർഗം പിൻപറ്റുന്ന അവസ്ഥ ഒരാളുടെ ജീവിതത്തിൽ വന്നാൽ ഉണ്ടാകുന്ന അവസ്ഥയെക്കുറിച്ച് പറയുന്നുണ്ട്. കുത്തിബ അലൈഹി, അവന്റെ മേൽ നിർബന്ധമാക്കപ്പെട്ടിരിക്കുന്നു, നിശ്ചയിക്കപ്പെട്ടിരിക്കുന്നു. അവിടെ ഉദ്ദേശിക്കുന്നത് ശൈത്വാനിന്റെ മേൽ നിശ്ചയിക്കപ്പെട്ട കാര്യമാണ് എന്നാണ് അർത്ഥം. കാരണം കുല്ല ശൈത്വാനിൻ മരീദ് കഴിഞ്ഞിട്ട് കുത്തിബ അലൈഹി, ആ ശൈത്വാനിന്റെ മേൽ നിശ്ചയിക്കപ്പെട്ടിരിക്കുന്നു. അന്നഹു, തീർച്ചയായും അവൻ, മൻ തവല്ലാഹു, അവനെ ആരെങ്കിലും വലിയാക്കിയാൽ, ശൈത്വാനിനെ ആരെങ്കിലും മിത്രമാക്കി സ്വീകരിച്ചാൽ, തവല്ല അവിടെ ഉദ്ദേശിക്കുന്നത് വലിയാക്കുക, ഔലിയാക്കുക എന്നൊക്കെ പറയും. തന്റെ പ്രിയപ്പെട്ടവനായി തന്റെ എല്ലാ കാര്യങ്ങൾക്കും ഫോളോ ചെയ്യാൻ പറ്റുന്ന രൂപത്തിൽ പിശാചിനെ ഒരു വലിയാക്കി ആരെങ്കിലും സ്വീകരിക്കുന്നുണ്ടോ, ഫഅന്നഹു, തീർച്ചയായും അവൻ അവനെ യുദില്ലുഹു, വഴിപിഴപ്പിക്കും. പിശാച് ഉറപ്പാണ് അവനെ വഴിപിഴപ്പിക്കും. എന്നിട്ട് അവനെ എന്ത് ചെയ്യും? യഹ്ദീഹി, അവനിങ്ങനെ വഴി കാണിച്ചു കൊടുക്കും പിശാച്. എവിടേക്ക്? ഇലാ അദാബിസ് സഈർ, വെന്തരിയുന്ന നരകത്തിലേക്ക് പിശാച് അവനെ വഴി കാണിക്കും. ഇത് നിശ്ചയിക്കപ്പെട്ട കാര്യമാണ്. അതാണ് കുത്തിബ അലൈഹി, ഇത് നിശ്ചയിക്കപ്പെട്ട കാര്യമാണ്.
എന്നിട്ട് തൊട്ടടുത്ത ആയത്തിൽ അല്ലാഹു തആല വിളിക്കുകയാണ് യാ അയ്യുഹന്നാസ്, മനുഷ്യരെ. നമ്മൾ നേരത്തെ ഒന്നാമത്തെ ആയത്തിൽ വിശദീകരിച്ചിട്ടുണ്ട്. യാ അയ്യുഹന്നാസ്, യാ അയ്യുഹന്നാസു ഇൻ കുൻതും ഫീ റൈബിൻ മിനൽ ബഅസ്. ഒതുക്കെ إن كنتم في ريب من البعث فإنا خلقناكم من تراب ثم من نطفة فإنا خلقناكم من تراب ثم من نطفة ثم من علقة ثم من علقة ثم من مضغة ثم من مضغة مخلقة مخلقة وغير مخلقة لنبين لكم മുഖല്ലഖത്തില്ലി ആ തൻവീൻ ലാമിലേക്ക് ചേർത്ത് വഗൈരി മുഖല്ലഖത്തിൽ ലിനുബൈന ലക്കും ونقر في الأرحام ما نشاء إلى أجل مسمى ثم نخرجكم طفلا ثم لتبلغوا أشدكم ثم لتبلغوا أشدكم ثم لتبلغوا أشدكم ومنكم من يتوفى ومنكم من يرد إلى أرذل العمر
لكي لا يعلم من بعد علم شيئا وترى الأرض هامدة فإذا أنزلنا عليها الماء اهتزت عليها الماء فإذا أنزلنا عليها الماء اهتزت وربت وأنبتت من كل زوج بهيج ഒരു വലിയ ആയത്താണ്. അതിന്റെ പകുതി ഭാഗം മാത്രമേ ഇപ്പോൾ പറയുന്നുള്ളൂ. വീട്ടിൽ പോയിട്ട് നമ്മളൊന്ന് വായിച്ചു നോക്കണം. ഇടയ്ക്ക് പറ്റുമെങ്കിൽ എല്ലാ ദിവസവും ഒരു തവണ ഇങ്ങനെ ആയത്തൊന്നും ഇങ്ങനെ റിപ്പീറ്റ് നോക്കണം. ഏകദേശം ഇതേപോലത്തെ ആശയമുള്ള ആയത്ത് സൂറത്ത് മുഅ്മിനൂനിൽ പറഞ്ഞിട്ട് ഒരു മനുഷ്യൻ രൂപം പ്രാപിക്കുന്നത് എങ്ങനെയാണ് എന്ന്. ഇവിടെ ഖുർആൻ സൂചിപ്പിക്കുന്നത് യാ അയ്യുഹന്നാസ്, മനുഷ്യരെ എന്ന് വിളിച്ചിട്ടാണ് പറയുന്നത്. തൊട്ടു മേലത്തെ ആയത്തുകളിലൊക്കെ ആ പ്രയോഗം നമ്മൾ കണ്ടു. മനുഷ്യന്മാരുടെ കൂട്ടത്തിൽ ചില ആൾക്കാരുണ്ട്, അവർ തർക്കിക്കുന്നവരെന്നൊക്കെ പറഞ്ഞിട്ട് പരലോകത്തിന്റെ കാര്യത്തിൽ തർക്കിക്കുന്ന ചില ആൾക്കാരൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞല്ലോ. അപ്പൊ ഈ ആയത്ത് തുടങ്ങുകയാണ് യാ അയ്യുഹന്നാസ്, മനുഷ്യരെ, ഇൻ കുന്തും ഫീ റൈബിൻ, നിങ്ങൾക്ക് സംശയമാണെങ്കിൽ, റൈബ് സംശയം, ദാലിക്കൽ കിതാബ് ലാ റൈബ ഫീഹി, സംശയം, ഇൻ കുന്തും ഫീ റൈബ്, നിങ്ങൾക്ക് സംശയമുണ്ടെങ്കിൽ, മിനൽ ബഅസി, ഈ ബഅസിന്റെ കാര്യത്തിൽ രണ്ടാമതൊരു ഉയർത്തെഴുന്നേൽപ്പുണ്ടാകുമെന്ന കാര്യത്തിൽ നിങ്ങൾക്ക് സംശയമുണ്ടെങ്കിൽ നിങ്ങൾ അറിയുക, ഫഇന്നാ ഖലഖനാകും മിൻ തുറാബ്, നിങ്ങളെ ആദ്യം നാം സൃഷ്ടിച്ചിരിക്കുന്നത് തുറാബിൽ നിന്നാണ്. ആദ്യം നിങ്ങളെ സൃഷ്ടിച്ചിരിക്കുന്നത്, നിങ്ങളുടെ സൃഷ്ടിപ്പിനെ പറ്റി നിങ്ങൾക്ക് ഇപ്പൊ നിങ്ങൾ വലിയ ആൾക്കാരായപ്പോഴല്ലേ നിങ്ങൾക്ക് സംശയം തോന്നിയത്? നിങ്ങളുടെ ഒന്നാമത്തെ സ്റ്റെപ്പ് നിങ്ങൾ തുറാബായിരുന്നു. തുറാബ്, നിങ്ങൾ മണ്ണായിരുന്നു. അങ്ങനെ നമ്മൾ മണ്ണായത് ആദിമ മനുഷ്യനായ നമ്മുടെ അബുൽ ബഷർ എന്ന് വിളിക്കുന്ന ആദം നബി അലൈഹി ഇസ്ലാമിനെ ഇവിടുന്ന് പഠിച്ചത് മണ്ണെന്നാണ്. മനുഷ്യരെ, നിങ്ങളുടെ തുടക്കം മണ്ണിൽ നിന്നാണ്. ഒന്നല്ലായിരുന്നല്ലോ, മണ്ണല്ലായിരുന്നോ? അവിടുന്ന് മനുഷ്യൻ വന്നില്ലേ? മിൻ തുറാബ്, സുമ്മ, പിന്നെ അവിടെ നിന്ന് മിൻ നുത്ഫ, നുത്ഫത്തിലേക്ക് നിങ്ങൾ മാറ്റപ്പെട്ടു. ഇന്ദ്രിയത്തുള്ളി, ഒരു തുള്ളി, ഇന്ദ്രിയത്തുള്ളിയിൽ നിന്ന് പിന്നീട് മനുഷ്യരെ സൃഷ്ടിക്കപ്പെട്ടു. പിന്നെ ചില പണ്ഡിതന്മാർ പറയണ്ടായി, ഈ നുത്ഫത്താകുന്ന ഇന്ദ്രിയത്തുള്ളി നമ്മുടെ ശരീരത്തിൽ ഉണ്ടാവണമെങ്കിൽ ആദ്യം രക്തം വേണം. രക്തം ശരീരത്തിൽ ഉണ്ടാവണമെങ്കിൽ ആദ്യം വല്ലതും കഴിക്കണം. കഴിക്കാൻ വല്ല സാധനം ഉണ്ടാവണമെങ്കിൽ ആദ്യം മണ്ണ് വേണം. അപ്പൊ മണ്ണിന്ന് ഉണ്ടാകുന്ന പോഷകങ്ങൾ കഴിച്ചിട്ടാണ് മനുഷ്യന് നുത്ഫത്ത് ഉണ്ടാവുന്നത്. അങ്ങനെ ആ നുത്ഫത്തിൽ നിന്നാണ് പിന്നീട് മനുഷ്യനെ പടച്ചത്. പിന്നീട് മിൻ അലഖത്തിൻ, അടുത്ത സ്റ്റെപ്പ്, ആ ഇന്ദ്രിയത്തുള്ളി കുറച്ചുകൂടെ മുന്നോട്ട് പോയപ്പോ ഒരു അലഖത്തായി മാറി. എന്താ അലഖത്ത്? മാംസല്ല, ഒരു രക്തപിണ്ഡം, ഒരു ചോരക്കട്ട എന്നൊക്കെ പറയില്ലേ, ഒരു ചെറിയ ചോരക്കട്ട, രക്തപിണ്ഡം. പിന്നെ കുറച്ചും കൂടി ദിവസങ്ങൾ ഇങ്ങനെ കഴിഞ്ഞു, ആഴ്ച കഴിയുമ്പോ ഇങ്ങനെ ഉമ്മാന്റെ ഗർഭപാത്രത്തിനുള്ളിൽ മാറ്റം വരികയാണ്. അലക്കത്തിൽ നിന്ന് പിന്നീട് മാറി മുദ്ഗ. ആ വാക്കിലൊക്കെ മുദ്ഗ, ഒരു ഇറച്ചിക്കട്ട, ഒരു മാംസം പൊതിഞ്ഞ കട്ട. ഈ പിന്നെ ഹോസ്പിറ്റലിലൊക്കെ 3 മാസം 2 മാസമൊക്കെ കഴിഞ്ഞ കുഞ്ഞുങ്ങളെ അബോർഷൻ ചെയ്യുന്ന സമയത്ത് ഒരു ചെറിയ കട്ട ഡോക്ടർ കാണിച്ചു തരും. എന്താ കളഞ്ഞ സാധനം? ഒരു ചെറിയ ചോരക്കട്ട. പിന്നെ ചെറിയൊരു മാംസം വരും, ഒരു മുളകത്തിലേക്ക് അത് വന്നു അല്ലേ.
പിന്നെ ആ മുളുകത്ത് മാംസപിണ്ഡത്തിൽ നിന്ന് പിന്നീട് മനുഷ്യൻ അവിടുന്ന് മാറുക, രൂപം ഇങ്ങനെ പ്രാപിച്ചു വരും. പിന്നീട് ആ മാംസപിണ്ഡം എന്തായി മാറി? ചിലപ്പോൾ മുഖല്ലഖത്താകും, ചിലപ്പോൾ ഗൈരി മുഖല്ലഖത്താകും. മുഖല്ലഖ എന്ന് പറഞ്ഞാല് ഒരു രൂപമുള്ള മുഖല്ലഖത്ത്. ശരിക്കും ഒരു കയ്യിന്റെയും കാലിന്റെയും ഒരു മുഖത്തിനൊക്കെ ചെറിയൊരു രൂപമൊക്കെ ഇങ്ങനെ ഒരു 4 മാസം 4.5 മാസം ആകുമ്പോൾ ഇങ്ങനെ വന്നു തുടങ്ങും. അതിനു മുമ്പാണെങ്കിൽ ചിലപ്പോ ഒരു രൂപം ഗൈരി മുഖല്ലഖ, പറയത്തക്ക ഒരു രൂപം പോലും ആകാത്ത അവസ്ഥയും മനുഷ്യന്റെ ജീവിതത്തിൽ ഉണ്ടാകും. പിന്നെ പതുക്കെ പതുക്കെ ഇങ്ങനെ ദിവസങ്ങൾ കൂടുമ്പോഴാണല്ലോ ഒരു മാറ്റങ്ങൾ ഉണ്ടാവുക. എന്നിട്ട് അല്ലാഹു തആല പറയാണ്, അങ്ങനെയായിരുന്നു മനുഷ്യൻ ഉണ്ടായിരുന്നത്. ഇതൊക്കെ ലിനുബയ്യിന ലക്കും, നിങ്ങൾക്ക് വ്യക്തമാക്കി തരികയാണ്. നിങ്ങൾ ഇങ്ങനെയൊക്കെ ആയിരുന്നു മനുഷ്യന്മാര്. നിങ്ങൾ എങ്ങനെയാണ് രണ്ടാമത് ജീവിക്കൂല, രണ്ടാമത് ജനിപ്പിക്കാൻ കഴിയില്ല, രണ്ടാമത് സൃഷ്ടിക്കാൻ കഴിയില്ല എന്ന് എങ്ങനെ നിങ്ങൾക്ക് പറയാൻ പറ്റും? വനുഖിറു, നാം സ്ഥിരതാമസമാക്കി. ഉറപ്പിച്ചു നിർത്തി, സ്ഥിരതപ്പെടുത്തി. ഫിൽ അർഹാമി, എവിടെ? അർഹാം, അർഹാം ഗർഭപാത്രത്തിന്റെ ഉള്ളിൽ. ഏറ്റവും അല്ലെ ശരീരത്തിൽ വേറെ എന്തൊക്കെ അവയവങ്ങളുണ്ട്, അത് ഗർഭപാത്രത്തിന്റെ ഉള്ളിൽ തന്നെ ഒളിപ്പിച്ചു വെച്ചു. ഒന്നാലോചിച്ച് നോക്കിയാ. പിന്നെ ഷിഹാബടക്കരന്റെ ഭാര്യന്റെ ഉമ്മാനെ പറ്റി പറയാറുണ്ട്, അവരുടെ തലയിൽ ഒരു ഓപ്പറേഷൻ ചെയ്യേണ്ടി വന്നു. അപ്പൊ തലയോട്ടി കട്ട് ചെയ്യേണ്ടി വന്നു. അങ്ങനെ അവിടെ ഉണ്ടായിരുന്ന ഇൻഫെക്ഷൻ ബാധിച്ച ഭാഗം എടുത്ത് കട്ട് ചെയ്തു. പക്ഷെ ആ മുറി ഉണങ്ങാതെ ഇനി തലന്റെ എടുത്ത ഭാഗം അവിടെ വെക്കാൻ പറ്റണില്ല. അത് ഇനി വെക്കാൻ ഏറ്റവും സ്യൂട്ടായ സ്ഥലം നമ്മുടെ ശരീരത്തിനുള്ളിൽ, അങ്ങനെ വയറിന്റെ ഭാഗത്ത് എവിടെയോ ചെറിയൊരു സ്പേസ് ഉണ്ടാക്കിയിട്ട് അതിനുള്ളിലാണ് ആ തലയുടെ ഭാഗം എടുത്തു വെച്ചത്. എന്നിട്ട് ഇത് ഉണങ്ങിയതിന് ശേഷം വീണ്ടും സർജറി ചെയ്തിട്ട് ഇവിടുന്ന് ആ സാധനം എടുത്തിട്ട് വീണ്ടും അവിടെ തന്നെ ഫിറ്റ് ചെയ്യാണ് ചെയ്യുന്നത്. മനുഷ്യന്റെ ജീവിതത്തിൽ നമ്മൾ പഠിക്കേണ്ട സംഭവമാണ്. ചിലത് ചിലയിടത്ത് വെച്ചേ പറ്റൂ. ഒരു കുഞ്ഞിനെ ഏറ്റവും ഭദ്രമാക്കി കിടത്താൻ പറ്റുന്ന സ്ഥലമാണ് ഗർഭപാത്രം. അവിടെ കുഞ്ഞിന് കിടക്കാൻ പറ്റൂ. അങ്ങനെ നാം ഗർഭപാത്രത്തിനുള്ളിൽ അവരെ സ്ഥിരമാക്കി താമസിപ്പിച്ചു. നാം ഉദ്ദേശിക്കുന്ന വിധത്തിൽ അല്ലെങ്കിൽ ഉദ്ദേശിക്കുന്ന കാലം. ഇലാ അജലിൻ മുസമ്മാ, ഒരു നിശ്ചിത അവധി വരേക്കും നാം അവരെ ആ ഗർഭപാത്രത്തിനുള്ളിൽ കിടത്തി. അപ്പോ ഇതില് ഡോക്ടർമാരും ബാക്കിയുള്ള ചില വൈദ്യരംഗത്തൊക്കെയുള്ള ഗവേഷകന്മാരൊക്കെ ഒരുപാട് കാര്യങ്ങൾ പറയുന്ന കൂട്ടത്തിൽ ഗർഭപാത്രത്തിനുള്ളിൽ ഒരു മനുഷ്യൻ എത്ര കാലം കിടക്കണം, മിനിമം ദിവസം എത്ര ദിവസം കിടക്കണം, അതായത് ഒരു പെണ്ണിന്റെ ഗർഭകാലം എത്രയാണ്? 9 മാസം. ഇപ്പോൾ ഒരാളുടെ 280 ദിവസം നോർമലി ഒരു മനുഷ്യന്റെ ഗർഭകാലമാണ്. 280 ദിവസം. പിന്നെ അത് ചിലപ്പോൾ 85 അങ്ങോട്ടും അങ്ങോട്ടൊക്കെ ചില വ്യത്യാസങ്ങളൊക്കെ ഉണ്ടെങ്കിലും നോർമലി ഒരു മനുഷ്യന്റെ ഗർഭപാത്രത്തിന് അയാൾ താമസിക്കുന്നത് 280 ദിവസം. എല്ലാവർക്കും അങ്ങനെ അല്ല. അപ്പൊ ആന ഏറ്റവും കൂടുതൽ ഗർഭകാലമുള്ള ഒരു ജീവികളുടെ കൂട്ടത്തിൽപ്പെട്ട ഒരാളാണ് ആന. ആനക്ക് എത്ര ദിവസമാണ്? ആനയുടെ ഗർഭകാലാവധി പറഞ്ഞിരിക്കുന്നത് 600 മുതൽ 650 ദിവസം വരെ പിടിക്കും. നോർമൽ ആനയുടെ ഗർഭകാലം. കുതിരക്ക് 337 ദിവസം. പശുവിന് നമ്മുടെ ഏകദേശം ചില സാമ്പത്തിക 270 ദിവസം. ആടിന് 151 ദിവസം. പൂച്ചക്ക് 62 ദിവസം, 2 മാസം 62 ദിവസം. സിംഹത്തിന് 108 ദിവസം. സിംഹവും 108 ദിവസം. നായയും പൂച്ചയും ഏകദേശം 62 ദിവസമാണ് പറയുന്നത്. ഡോക്ടർ സൽമന്റെ ഒരു അനുഭവക്കുറിപ്പ് അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഒരു വിശദീകരണം അമാനി മൊഴി കൊടുത്തിട്ടുണ്ട്. അല്ലെങ്കിൽ പറയുന്ന അദ്ദേഹം പറയുന്ന ചില കാഴ്ചപ്പാട് പറയാണ്. ഈ മനുഷ്യൻ തുറാബിൽ നിന്ന് സൃഷ്ടിക്കപ്പെട്ടു നുത്ഫത്തിലേക്ക് എത്തി. നുത്ഫത്ത് എന്ന് പറയുന്നത് ഒരു കടുകുമണി. തുടക്കത്തിലെ ലക്ഷണമൊത്ത ഒരു ഇന്ദ്രിയത്തുള്ളി അണ്ടവുമായി അണ്ടവും ബീജവും തമ്മിൽ യോജിക്കുന്ന സ്റ്റാർട്ടിംഗ് ടൈമിൽ എന്താ ഉണ്ടാവുക? ഒരു കടുകുമണി വലുപ്പത്തിലുള്ള ഒരു സാധനം.
പിന്നീട് ദിവസങ്ങൾ ഇങ്ങനെ കൂടിക്കൂടി വരുമ്പോ പിന്നീട് അത് മാറി ഒരു മൾബറിയുടെ അവസ്ഥയിലേക്ക് എത്തി. മൾബറി പഴമുണ്ടല്ലോ, ആ വലുപ്പത്തേക്ക് ചെറുതായിട്ട് ഇങ്ങനെ മാറാൻ തുടങ്ങും. 4 ആഴ്ച കഴിയുമ്പോഴത്തേക്ക് അത് പിന്നീട് ഒരു പ്രാവിന്റെ മുട്ടയുടെ അവസ്ഥയ്ക്ക് വലുതാവും. 4 ആഴ്ച കഴിയുമ്പോഴത്തേക്ക്. പിന്നീട് ഒരു 2 മാസം കഴിയുമ്പോഴത്തേക്ക് ഒരു കോഴിമുട്ടയുടെ വലുപ്പത്തിലേക്ക്, എഗ്ഗിന്റെ പൂർണ്ണമായ ഒരു കോഴിമുട്ടയുടെ വലുപ്പമുള്ള അവസ്ഥയിലേക്ക് ഒരു 2 മാസം കഴിയുമ്പോഴത്തേക്ക്. പിന്നീട് ഒരു 4 മാസം എത്തുമ്പോഴത്തേക്ക് ഏകദേശം ഒരു മനുഷ്യന്റെ രൂപമൊക്കെ ഇങ്ങനെ പ്രാപിച്ച് വരാൻ തുടങ്ങുന്ന 4 മാസം കഴിയുമ്പോൾ റൂഹൂദ് എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. എന്നിട്ട് ഈ സാധനം പിന്നീട് മാറി മാറി 206 അസ്ഥിയും 500-ലധികം മാംസപേശികളുമുള്ള ഒരു മനുഷ്യ ശരീരമായി പൂർണ്ണമായി മാറി ഗർഭപാത്രത്തിൽ കിടക്കണം. എന്നിട്ട് ആ ഉമ്മാന്റെ ഭക്ഷണത്തിൽ നിന്ന് വരുന്ന പോഷകങ്ങൾ ഈ ഉമ്മയുടെ ഗർഭപാത്രത്തിലെ കുഞ്ഞിന് ആവശ്യമായ ഭക്ഷണം ഒരുക്കി കൊടുത്തുകൊണ്ടിരിക്കും. വേറെ പുറത്തുനിന്നൊരു ഭക്ഷണമില്ല. ഇത് അള്ളാഹ് എന്തിനാ അങ്ങനെയൊക്കെ സയൻസ് പഠിപ്പിച്ചതെന്ന്? ഈ സൃഷ്ടിയായ നീ എങ്ങനെയാണ്, ഇതിന്റെ സൃഷ്ടാവായ അള്ളാഹുവിന്റെ തീരുമാനം ശരിയല്ല, അങ്ങനൊന്നും ഉണ്ടാവില്ല, നീ എങ്ങനെയാണ് നീ പറയുക? ഒന്ന് ഒതുക്കേ. യാ അയ്യുഹന്നാസു ഇൻ കുൻതും ഫീ റൈബിൻ മിനൽ ബഅസ് فإنا خلقناكم من تراب ثم من نطفة ثم من علقة ثم من مضغة مخلقة وغير مخلقة لنبين لكم ونقر في الأرحام ما نشاء إلى أجل مسمى ثم نخرجكم طفلا ثم لتبلغوا أشدكم. അവിടെ ഒരു ഗർഭപാത്രത്തിൽ നാം ഉദ്ദേശിക്കുന്ന അത്രയും കാലം ആ ഗർഭപാത്രത്തിനകത്ത് കിടക്കും. അതുകൊണ്ടാണ് മാതാവിനെ മറക്കരുത്, മാതാവിനെ ധിക്കരിക്കരുത്. കാരണം നിന്റെ ഉമ്മയാണ് നിനക്ക് വേണ്ടി ഗർഭം ചുമന്നത്, നിന്റെ ഉമ്മയാണ് നിനക്ക് പാല് തന്നത്. അതൊക്കെ എത്ര വിശദീകരിച്ച് പറഞ്ഞിട്ടുണ്ട്. സുമ്മ പിന്നീട് നുഖ്രിജുക്കും, നിങ്ങളെ അതിനുള്ളിൽ നിന്ന് പുറത്തു കൊണ്ടുവരുന്നു. എങ്ങനെ? ഒരു ചോരക്കട്ടയിട്ടല്ല കൊണ്ടുവരുന്നത്, ഒരു മാംസപിണ്ടായിട്ടല്ല കൊണ്ടുവരുന്നത്. തിഫ്ലൻ, ഒരു ആരോഗ്യമുള്ള ഒരു കരയുന്ന ഒരു കുഞ്ഞിനെയാണല്ല പുറത്ത് കിട്ടിയിരുന്നത്. തിഫ്ലൻ, കുട്ടി, ഒരു കുട്ടിയെ പുറത്തേക്ക് കൊണ്ടുവന്നതിനാണ്. അറബിയിലെ വാക്കുകളൊക്കെ പഠിക്കാൻ സമയത്ത് സിമ്പിളായി നമ്മൾ പറഞ്ഞു കൊടുക്കുന്ന വാക്കാണ് കൽബുൻ, പട്ടി, വത്തിഫിലും കുട്ടി, വമഹദുൻ തൊട്ടി, വസണ്ടൂക്കു പെട്ടി. വീട്ടു പോയിട്ട് പതുക്കെ പറഞ്ഞാൽ മതി. കൽബുൻ, പട്ടി, പിന്നെ തിഫിലും കുട്ടി, വമഹദുൻ തൊട്ടി, വസണ്ടൂക്കു പെട്ടി. അങ്ങനെ എല്ലാ വാക്കുകളും യോജിച്ചു വരുന്ന കുറെ സംഭവങ്ങളുണ്ട്. കാല പറഞ്ഞു, ബക കരഞ്ഞു, മാഷ നടന്നു, വജലസ ഇരുന്നു, താറ പറന്നു. അങ്ങനെ കുറച്ച് ഇങ്ങനെ പഠിക്കാൻ, കുട്ടികൾക്ക് പഠിക്കാൻ വേണ്ടി സിമ്പിൾ ചില ടെക്നിക്കുകൾ കൊടുക്കാറുണ്ട്. അപ്പൊ തിഫില് പറയും, തിഫിൽ പറഞ്ഞാൽ കുട്ടി, പൂർണ്ണമായ ഒരു വളർച്ചയെത്തിയ കുട്ടിക്കാണ് തിഫിൽ എന്ന് പറയാം. അങ്ങനെ ഒരു കുട്ടിയെ പുറത്തേക്ക് കൊണ്ടുവരുന്നു. സുമ്മ, പിന്നീട്, ലിതബ്ലുഗു അശുദ്ധക്കും, ലിതബ്ലുഗു നിങ്ങൾ എത്തുന്നത് വരെയും, എന്തെത്തുന്നത് വരെ, അശുദ്ധക്കും നിങ്ങളുടെ പൂർണ്ണദശ, നിങ്ങളുടെ ഏറ്റവും ശക്തിയായ അവസ്ഥയെത്തി നിങ്ങൾ സ്വമേധയാ പുറത്ത് കടക്കുന്ന അവസ്ഥ വരെ നിങ്ങളെ മാറ്റി തീർത്ത ഒരു റബ്ബാണ് പറയുന്നത്.
ഇൻഷാ അല്ലാഹ് അതിന്റെ ബാക്കി ഭാഗം അടുത്ത ക്ലാസ്സിൽ വീണ്ടും വിശദീകരിക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നമ്മുടെ ദീനിന്റെ വിഷയത്തിലുള്ള പ്രത്യേകിച്ച് പ്രമാണങ്ങൾ, ഖുർആനികമായ സന്ദേശങ്ങൾ, ഹദീസുകൾ അതൊക്കെ പഠിക്കാനുള്ള ഒരു അവസരം വീണ്ടും വീണ്ടും പടച്ചറപ്പ് നൽകുകയും ധാരാളം ആളുകൾക്ക് അതിന്റെ ഗുണവും ഫലവും ലഭിക്കുകയും ചെയ്യുന്ന അവസ്ഥയിലേക്ക് മാറ്റുകയും ചെയ്യുകയും അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ. നമ്മുടെ ഗ്രൂപ്പിൽ, ഖുർആൻ പഠന ഗ്രൂപ്പിൽ ഒരു പ്രാർത്ഥന അയച്ചിട്ടുണ്ട്. അപ്പോൾ ഗ്രൂപ്പിലുള്ളവരൊക്കെ ഒന്ന് ഫോൺ തുറന്ന് വേഗം നോക്കാം. ഗ്രൂപ്പിലില്ലാത്തവര് ഉണ്ടെങ്കിൽ ചേർക്കാൻ കോണ്ടാക്ട് ചെയ്യുക. അല്ലെങ്കിൽ അതിലുള്ള ആൾക്കാർ നിങ്ങളുടെ പരസ്പരം ഒന്ന് എല്ലാത്തവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. സ്റ്റുഡൻസിൻ്റെ ടീമുകൾ സ്റ്റുഡൻസിന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഓർഗനൈസേഷൻ്റെ ആൾക്കാർ അവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അതിൽ ഒരു പ്രാർത്ഥന അബ്ദുല്ലാഹ് ഇബ്നു സുബൈർ റളിയല്ലാഹു അൻഹു ധരിക്കുന്ന ഒരു ഹദീസിന്റെ അടിസ്ഥാനത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എല്ലാ നമസ്കാരത്തിന്റെയും ശേഷം പറയാറുള്ള പ്രാർത്ഥനകളുടെ ദിക്റുകളുടെ കൂട്ടത്തിലെ 4ാമത്തെ ദിക്റാണ് അതിൽ കൊടുത്തിരിക്കുന്നത്. ഒന്ന് വായിച്ചേ. ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. ഇതെല്ലാവർക്കും അറിയാലോ. അടുത്തത് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. അതും അറിയാം. ലാ ഇലാഹ ഇല്ലല്ലാഹ് വലാ നഅബുദു ഇല്ലാ ഇയ്യാഹ് ലഹുൻ നിഅമതു വലഹുൽ ഫള് വലഹുൽ സനാഉൽ ഹസൻ ലാ ഇലാഹ ഇല്ലല്ലാഹു മുഖ്ലിസീന ലഹുദ്ദീന വലൗ കരിഹൽ കാഫിറൂൻ. കുറച്ച് പഠിക്കാനുള്ളൂ. ബാക്കി നമ്മൾ അറിയണതാണല്ലോ. ആദ്യ ഭാഗം അറിയില്ലേ? എന്താണ്? ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ്. അവരറിയില്ലേ? അതുവരെ ഓക്കെ അല്ലേ? ഞാൻ ബാക്കി മാത്രം പറയും. വലാ നഅബുദു ഇല്ലാ ഇയ്യാഹ് ലഹുൻ നിഅമതു വലഹുൽ ഫള് വലഹുൽ സനാഉൽ ഹസൻ ലാ ഇലാഹ ഇല്ലല്ലാഹു മുഖ്ലിസീന ലഹുദ്ദീൻ വലൗ കരിഹൽ കാഫിറൂൻ. അപ്പോൾ അല്ലാഹു അല്ലാതെ ആരാധനക്കർഹനായ ആരുമില്ല. അവൻ പങ്കുകാരനില്ല, ഏകനാണ്, എല്ലാത്തിനും കഴിവുള്ളവനാണ്. അവനിൽ നിന്നല്ലാത്ത ശക്തിയും കഴിവുമില്ല. അവനല്ലാതെ ആരാധ്യനില്ല. അവന്റെ അടുക്കലാണ് ലഹുൻ നിഅമ, എല്ലാ അനുഗ്രഹങ്ങളും അവനുള്ളതാണ്, എല്ലാ ഔദാര്യങ്ങളും അവനുള്ളതാണ്, എല്ലാ ആത്മപ്രശംസകളും അവനുള്ളതാണ്. അവനല്ലാതെ ഒരു ഇലാഹില്ല. മതത്തിൽ നിഷ്കളങ്കരായി നമ്മൾ അള്ളാഹുവിനെ കീഴ്പ്പെട്ടു കൊടുക്കുന്നു. കാഫിരീങ്ങൾ എത്ര വെറുത്താലും എന്നൊക്കെ പറഞ്ഞ് അള്ളാഹുവിനെ പ്രശംസിക്കാം. ആ ഹദീസിന്റെ ഖൗലിൽ കാണാൻ സാധിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എല്ലാ നമസ്കാര ശേഷവും യുഹല്ലിലു, ഈ വാക്കുകൾ കൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാറുണ്ടായിരുന്നു. നമ്മുടെ നാട്ടില് അഫ്ളലു ദിക്ർ എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യും? പിന്നെ ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് ഒരു 10 എണ്ണം ചൊല്ലും. അതില്ല. എന്നാ എന്താ ഉള്ളത്? ദിക്റുണ്ട്. അതേതാ? ഈ ദിക്റാണുള്ളത്. ലാ ഇലാഹ ഇല്ലല്ലാഹ് ആവർത്തിച്ചു പറയുന്ന തഹ്ലീലുണ്ട്. ഇതിന്റെ ഇടയിലൊക്കെ കണ്ട് ഇടക്കിടക്ക് വന്നല്ലോ, ആ പ്രയോഗമാണ് ഉള്ളത്. അതുകൊണ്ട് ഹദീസിൽ വന്നത് സ്വീകരിക്കുക. ലാ ഇലാഹ ഇല്ലല്ലാഹ് മോശമായതുകൊണ്ടല്ല അഫ്ളലു ദിക്ർ എന്ന് പറഞ്ഞ എല്ലാവരും കൂടി 10 എണ്ണം ചൊല്ലുന്നത്. അത് ഹദീസിൽ വന്നിട്ടില്ല. എന്നാൽ ഈ ലാ ഇലാഹ ഇല്ലല്ലാഹ് വന്നതാണ്. ഇത് നമ്മൾ പഠിക്കുക, നമ്മൾ പകർത്തുക, പറഞ്ഞു കൊടുക്കുക. നമ്മുടെ ജീവിതത്തിൽ പഠിക്കുന്ന പ്രാർത്ഥനകളൊക്കെ ജീവിതത്തിൽ അതിന്റെ ഓരോ സന്ദർഭങ്ങൾ മനസ്സിലാക്കി ഉപയോഗപ്പെടുത്തുക. അള്ളാഹു നമ്മെ എല്ലാം അനുഗ്രഹിക്കുകയും ഏറ്റവും നല്ലവരായ സ്വാലിഹ്യങ്ങൾ ഉൾപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ. അള്ളാഹു നമ്മുടെ പാപങ്ങളെല്ലാം പുറത്തു മാപ്പ് നൽകുമാറാകട്ടെ. നമ്മുടെ ചൊവ്വാഴ്ചയുള്ള ജനകീയ പ്രതിരോധം എന്ന ഈ ലിബറലിസത്തിനെതിരെ ഉള്ള ഏറ്റവും പ്രധാനപ്പെട്ട, വളരെ അത്യാവശ്യമായി നടക്കേണ്ടുന്ന ഒരു പ്രോഗ്രാം ആയതുകൊണ്ട് നമ്മുടെ പങ്കാളിത്തം ഉണ്ടാവണം. സഹായിക്കാൻ കഴിയുന്നവരൊക്കെ സാമ്പത്തികമായി ഇതിനെ സഹായിക്കണം. അതിലൂടെ ഒരു വർക്കിംഗ് ഡേ ആയതുകൊണ്ട് തന്നെ നമുക്ക് പല ആൾക്കാർക്കും പല തടസ്സങ്ങൾ പറയാനുണ്ടെങ്കിലും നമ്മളാണ് നമ്മളെ ടൈം ഷെഡ്യൂൾ കൺഫേം ചെയ്യേണ്ടത്. എങ്ങനെയെല്ലാം സെറ്റാക്കിക്കൊണ്ട് അവിടേക്ക് ആളുകളെ കൊണ്ടുപോകണം. നമ്മൾ പോയാൽ പോരാ, നമ്മുടെ വണ്ടിയിൽ ആളെ കൊണ്ടുപോകണം. അത് ഇപ്പോഴത്തെ ഒരു കാലഘട്ടത്തിന്റെ ആവശ്യമാണെന്ന് എല്ലാവർക്കും അറിയുന്നത് കൊണ്ടാണ് അതിന്റെ പ്രസക്തി വിളിച്ചോതുന്നത്. സ്റ്റേഡിയം കോർണറിലാണ് നടക്കുന്നത്. ഷാബടക്കരയും അബ്ദുള്ള ബാസിലും ഒക്കെ പങ്കെടുക്കുന്നുണ്ട്. നമ്മുടെ പങ്കാളിത്തം ഉണ്ടാവണം. അള്ളാഹു നമ്മുടെ സദുദ്ദേശ പ്രവർത്തനങ്ങൾ വിജയിപ്പിക്കുമാറാകട്ടെ. നമ്മുടെ സമ്പത്തിലും ജീവിത മേഖലയിലെല്ലാം അള്ളാഹു ഖൈറും ബറക്കത്തും നൽകുമാറാകട്ടെ. ഹജ്ജ് കഴിഞ്ഞ് യാസർ സാഹിബ് അവിടെ തിരിച്ചെത്തിയിട്ടുണ്ട്. അള്ളാഹു മഖബൂലും മബ്റൂറുമായി അത് സ്വീകരിക്കുമാറാകട്ടെ. നമ്മുടെ കുടുംബ ജീവിതങ്ങളിൽ, നമ്മുടെ എല്ലാ മേഖലകളിലും അള്ളാഹു നന്മകൾ അധികരിപ്പിക്കാനുള്ള തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ.
ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم وصلى الله على نبينا محمد والحمد لله رب العالمين سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك السلام عليكم ورحمة الله